കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ വാർത്ത അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടതായി. അയോധ്യയിലെ രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കുമെന്ന് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം അയച്ച 2 പേർ അറസ്റ്റിൽ എന്നതായിരുന്നു ആ വാർത്ത. എന്നാൽ ഈ വാർത്ത നൽകിയ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ആ അറസ്റ്റിലായ 2 പേർ ആരാണെന്നോ അവരുടെ പേരെന്താണെന്നോ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നോ അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ തുനിഞ്ഞില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അറസ്റ്റിലായ 2 പേരും ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന ഈ സംഭവത്തിലെ മുഖ്യ സൂത്രധാരനും എല്ലാവരും തന്നെ സംഘപരിവാറുകാരാണ്. ഇന്ന് ദേശാഭിമാനി മാത്രമാണ് അതിൻ്റെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഈ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ദേശാഭിമാനിയുടെ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: മുസ്ലിം പേരിൽ അയോധ്യ ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി, സംഘപരിവാറുകാർ അറസ്റ്റ്. അറസ്റ്റിലായ 2 പേരുടെ പേരുകൾ ഇങ്ങനെയാണ്: തഹർ സിംഗും ഓം പ്രകാശ് മിശ്രയും. അതോടൊപ്പം ഇതിൻ്റെ മുഖ്യ സൂത്രധാരനായ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന ഭാരതീയ ഗോ സേവാ പരിഷത്തിന്റെ പ്രസിഡന്റ് ദേവേന്ദ്ര തിവാരി ഉൾപ്പെടെ 3 പേരും സംഘപരിവാറുകാരാണ്. ഈ സംഭവത്തെ നമ്മൾ വളരെ ഗുരുതരമായി തന്നെ കാണണം. കാരണം മുസ്ലിം പേരുകളിൽ 2 ഇമെയിൽ ID ഉണ്ടാക്കുക, അതിനുശേഷം രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി സന്ദേശം അയക്കുക, അതുവഴി സമൂഹത്തിൽ ഒരു ഭിന്നിപ്പിന്റെ വിത്ത് അല്ലെങ്കിൽ ഒരു വർഗീയ ചേരിതിരിവിന്റെ വിത്തിടാനുള്ള ശ്രമമായിരുന്നു സംഘപരിവാർ നടത്തിയത്. ആ ശ്രമം പൊളിഞ്ഞിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഇതുമായി ചേർത്ത് വായിക്കേണ്ട 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, സത്യപാൽ മാലിക്, ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന, BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ ഉൾപ്പെടെ ആയിരുന്ന, ഇപ്പോൾ BJPയുമായി അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ലാത്ത സത്യപാൽ മാലിക് നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുമ്പ് അവിടെ ബോംബാക്രമണം നടന്നേക്കാം എന്നതായിരുന്നു ആ സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ. അതോടൊപ്പം സമാനമായൊരു വെളിപ്പെടുത്തൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് ഉദ്ധവ് താക്കറെയും നടത്തിയിരുന്നു. ഉദ്ധവ് താക്കറെ പറഞ്ഞിരുന്നത് രാമക്ഷേത്ര ഉദ്ഘാടനവുമായി അനുബന്ധിച്ച് ഗോദ്രയ്ക്ക് സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അതുവഴി രാജ്യത്തൊരു കലാപം തന്നെ BJP പദ്ധതിയിടുന്നുണ്ടെന്നുമായിരുന്നു ഉദ്ധവ് താക്കറെയുടെ മുന്നറിയിപ്പ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ 2 പേരുടെയും വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത്. ആ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്ന് ഇത്ര മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതെല്ലാം ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. BJP എന്താണ് രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പദ്ധതിയിടുന്നത് എന്നത് പലരും സംശയിക്കുന്ന ഒരു വസ്തുതയാണ്. എന്തായാലും BJPയുടെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനെതിരെ ഹിന്ദു സന്യാസിമാർ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഒരു ഹിന്ദു സന്യാസിയായ പുരി ഗോവർദ്ധൻ പീഠം ശങ്കരാചാര്യ സ്വാമി നിശ്ചലാനന്ദ സരസ്വതിയാണ് വലിയ വിമർശനങ്ങളുമായി ഈ BJPയുടെ ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഹിന്ദു ആചാര വിധികളൊന്നും പാലിക്കാതെ, ഹിന്ദു ആചാരങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങെന്നും ശങ്കരാചാര്യ പീഠങ്ങളുടെ ഉപദേശമോ മാർഗനിർദ്ദേശങ്ങളോ ഒന്നും തന്നെ സ്വീകരിക്കാതെയാണ്, അല്ലെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാതെയാണ് ഈ പരിപാടി, അതായത് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന പരിപാടി പദ്ധതിയിടുന്നതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അതോടൊപ്പം അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വച്ചു, നരേന്ദ്രമോദി പ്രതിഷ്ഠ നടത്തുന്നത് കണ്ട് കൈയടിക്കാൻ താൻ അയോധ്യയിലേക്കില്ല എന്ന്. ഈ നിശ്ചലാനന്ദ സരസ്വതിക്ക് അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആ ക്ഷണം തന്നെ ഈ പരിപാടിയുടെ സംഘാടന രീതിയെ തുടർന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഋഷികേശിലെ സ്വാമി ദർയാശങ്കർ ദാസും ജ്യോതിഷ് പീഠ മഠത്തിലെ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദയും ഉൾപ്പെടെ ഉള്ള ഹിന്ദു സന്യാസിമാർ ഈ നീക്കത്തിനെതിരെ, അതായത് നരേന്ദ്രമോദി തന്നെ പ്രതിഷ്ഠ നടത്തുന്ന നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ അയോധ്യ വിഷയം വീണ്ടും ചർച്ചയാകുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു പേരുണ്ട്, അത് ബാബറി മസ്ജിദിൻ്റെതാണ്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് എന്ന ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അയോധ്യയിൽ ഈ രാമക്ഷേത്രത്തിന്റെ ആദ്യ കല്ലുകൾ വീഴുന്നത്.
അതിനുശേഷം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുപ്രീം കോടതി രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകുന്നത്. അപ്പോഴും പള്ളി പൊളിച്ചതൊരു ക്രിമിനൽ കുറ്റമാണെന്നും രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണെന്നും ഉൾപ്പെടെ സുപ്രീം കോടതി അതേ വിധി പ്രസ്താവത്തിൽ പറഞ്ഞു വച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും അയോധ്യ വലിയ ചർച്ചയായി മാറുകയാണ്. സത്യപാൽ മാലിക് പറഞ്ഞതുപോലെ, ഉദ്ധവ് താക്കറെ പറഞ്ഞതുപോലെ എന്താണ് BJP രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പദ്ധതിയിടുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.